ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ്. ജ്വല്ലറി അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയും അങ്ങനെ കുറേ ജ്വല്ലറികളും തമ്മിലുള്ള ഒരു ഡിസൈനിങ് കോമ്പറ്റീഷനാണ് നടക്കാൻ പോകുന്നത്. ഓർണമെൻറ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആരായിരിക്കും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ. അതിൽ നയനാസ് കളക്ഷനും അതുപോലെ മാളവികാസ് കളക്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ. അതേസമയം കഴിഞ്ഞ പ്രാവശ്യം മൂർത്തീസ് ജ്വല്ലറിയുടെ നയനാസ് കളക്ഷനാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ജ്വല്ലറിക്ക് അത് നേടിയെടുക്കണം എന്നാണ് നാഗേന്ദ്രയും ഡേവിഡും ഒക്കെ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു കടുത്ത മത്സരം തന്നെയാണ്. എന്നാൽ മുത്തശ്ശൻ്റെ നേതൃത്വത്തിൽ നയന തന്നെ ഡിസൈൻ ചെയ്ത് നയനയും കൊണ്ട് നമ്മുടെ അനി പോകുന്നുണ്ട് കേട്ടോ ആ കോമ്പറ്റീഷന്. അങ്ങനെ നമ്മുടെ നയന നല്ല അടിപൊളി ഡിസൈനൊക്കെ ചെയ്ത് വെക്കുകയാണ്. എന്നാൽ എങ്ങനെ ഇത് നേടാനായിട്ട് അഭിയും അവന്തികയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവന്തിക ഒരു ചെറിയ പണി ഒപ്പിക്കുകയാണ്. നയന ഡിസൈൻ ചെയ്ത് വെക്കുന്നതൊക്കെ ഒന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി ജ്വല്ലറിയിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കൈയോടെ നമ്മുടെ നവ്യ പൊക്കുവാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കുറച്ച് പുറകോട്ടാണ്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമുക്ക് കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മാളവികാസ് കളക്ഷൻസ് നല്ല രീതിയിൽ പോകണമെന്നുള്ള കാര്യം സംസാരിക്കുകയാണ് കേട്ടോ. അബിയും ഡേവിഡും ഒക്കെ കൂടെ മാളവികയോട് പറയുന്നുണ്ടല്ലോ, നല്ല കളക്ഷനൊക്കെ ആയിരിക്കണം, എന്തായാലും നല്ല ഏനാക്സ് കളക്ഷനെ നമുക്ക് പൊട്ടിക്കണം. ഞങ്ങൾ വിദേശത്ത് നിന്നൊക്കെ കുറേ ഡിസൈനുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ ഒപ്പീനിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, അത് നല്ല കാര്യമല്ലേ, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. ഏനാക്സ് കളക്ഷനെ പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ അതിന് സാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ ചെയ്യാമെന്ന് പറയുമ്പം ഉടനെ തന്നെ അബി പറയുന്നുണ്ട്, ഞങ്ങൾ മാളവികയെ തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. മാളവിക എവിടെ നിന്ന് ജോലി ഇന്ന് പറഞ്ഞു വിടാനൊന്നും പോകുന്നൊന്നുമില്ല. പക്ഷേ മാളവിക കളക്ഷൻസ് മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വേറെ ആൾക്കാരുടെ ഒപ്പീനിയനൊക്കെ എടുക്കും. ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടത്തുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി എടുക്കുകയും അവരുടെ രീതി അനുസരിച്ച് ചെയ്യുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കും. അത് മാളവികയ്ക്കൊരു കുറവാകില്ലേ എന്ന് ചോദിക്കുക. മാളവിക പറയുന്നുണ്ട്, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല, ഞാനിവിടെ വർക്ക് ചെയ്തോളാം, ഞാൻ ഡിസൈൻസൊക്കെ ചെയ്ത് തന്നോളാം. പക്ഷെ നിങ്ങൾക്ക് വേറെ ആരുടെയും ഒപ്പീനിയനൊക്കെ എടുക്കണമെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ്, അതിന് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുക. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, തൽക്കാലത്തേക്ക് അതൊന്നും വേണ്ടല്ല ബിസാറേ എന്ന് പറയുക. അങ്ങനെ മാളവികയിൽ തന്നെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. മാളവികയുമായിട്ട് ഭയങ്കര അടുത്ത് ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ അബി. ഈ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അബി ഏത് നേരവും മാളവികയുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണ് ഈ ഒരു പേരും പറഞ്ഞിട്ട്. അതേസമയം മാളവിക മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, എടാ നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാടാ, കോഴിത്തരല്ലേ നിൻ്റെ കയ്യിലിരിക്കുന്നത്, അത് കൈ വെച്ചാൽ മതി, ഈ മാളവികയുടെ അടുത്ത് വേണ്ട. ഇപ്പം ഞാനിവിടെ കൂടിയിരിക്കുന്നതേ ആദർശ് സാറ് പറഞ്ഞിട്ടാ. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയിലെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാളവിക ശ്രമിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നീ വന്ന് എന്ത് പഞ്ചാര അടിച്ചാലും എനിക്കൊന്നുമില്ലടാ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മാളവികയാണെങ്കിൽ എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുക. എന്നിട്ട് ആദർശിനോട് മാളവിക പറയുന്നുണ്ട്, അത് അവർ ഈ നയനാസ് കളക്ഷനേക്കാളും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, എന്നെക്കൊണ്ട് ഡിസൈൻ ചെയ്യിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ചെയ്യട്ടെ, എന്തായാലും നയനെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മുത്തശ്ശൻ നയനയോട് പറഞ്ഞിട്ടുണ്ട് നല്ല ഡിസൈനുകളൊക്കെ ചെയ്ത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. ഇങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റണം, അതിനുവേണ്ടി നയനെ ശ്രമിക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, നയനമ്മയുടെ ആയിരുന്നല്ലോ എനിക്ക് എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രാവശ്യം ആ ഹെൽപ്പ് ഞാൻ ചോദിക്കുന്നില്ല, അവരെന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും, പക്ഷേ എന്നാലും ഞാനത് ചോദിക്കുന്നില്ല. ഞാൻ തന്നെയാണ് അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതെന്തായാലും നയനാസ് കളക്ഷൻ്റെ അടുത്ത് പോലും എത്തുകയല്ലെന്ന് എനിക്കറിയാം എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് മാളവികയുടെ അവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കില്ല എന്ന് ചോദിക്കുക. അപ്പം മാളവിക പറയുന്നുണ്ട്, എന്ത് നിലനിൽപ്പാണ് ആദർശ് സാറേ, ഇങ്ങനെ ചില കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ ഞാൻ നിൽക്കുന്നത് തന്നെ. പിന്നെ ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും അവരത് പ്രസൻറ്റ് ചെയ്യും. പിന്നെ നമുക്ക് കോമ്പറ്റീഷനിൽ അവർക്ക് ഫസ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ കുറച്ച് കുറ്റപ്പെടുത്തുമായിരിക്കും, പക്ഷേ എന്നെ അവിടുന്ന് പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് മാളവിക ഉറപ്പ് പറയുക. അപ്പോൾ ആദർശ് ചോദിക്കുക, അതെന്താ മാളവിക അങ്ങനെ ഒരു ഉറപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മാളവിക പറയുന്നുണ്ട്, അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അബിസാറ് എൻ്റെ അടുത്ത് തന്നെ കൂടിയിരിക്കുകയാണ്. അബിസാറിൻ്റെ സ്വഭാവം ആദർശ് സാറിന് നന്നായിട്ട് അറിയാവുന്നതല്ലേ, ഞാനത് കണ്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ എന്നെ ഒന്ന് വളയ്ക്കാവോ എന്ന് പുള്ളി നോക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്നെ അവിടുന്ന് പറഞ്ഞു വിടില്ല. പിന്നെ ആ ഡേവിഡും ആളത്ര വെടുപ്പൊന്നും അല്ല,
അവർക്ക് രണ്ടുപേർക്കും എന്നോട് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്നെ അവിടെ നിന്ന് ജോലിയിൽ നിന്നൊന്നും പറഞ്ഞു വിടില്ല. പിന്നെ കളക്ഷൻസൊക്കെ മോശമായി കഴിയുമ്പോൾ, ഡിസൈനുകളൊക്കെ മോശമാകുമ്പോൾ കുറ്റം പറയായിരിക്കും. പക്ഷേ ഞാനിത് പൊട്ടിച്ചവരുടെ കൈ തന്നെ കൊടുക്കുമെന്ന് പറയാം. അപ്പം ഉടനെ തന്നെ ആദർശ് പറയുന്നുണ്ട്, അതെ, എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ മാളവിക ഞങ്ങളെ അറിയിക്കണം എന്ന് പറയാം. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അവരെ ഡേവിഡ് പറയുന്നത് കേട്ടു, വിദേശത്തുനിന്നും വേറെ കുറേ നല്ല ഡിസൈനേഴ്സിൻ്റെ അടുത്തുനിന്നും ഒക്കെ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്. അവരുടെ കുറച്ച് കാര്യങ്ങളും കൂടെ ഡിസൈനുകളൊക്കെ എത്തിച്ചിട്ടുണ്ട് കുറച്ച് വിദേശത്തു നിന്നൊക്കെ. അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതെ സാറേ. അതിൻ്റെയൊക്കെ അപ്ഡേഷൻ വരുമ്പോൾ സാറിനെ എന്തായാലും അറിയിക്കാം. ആ ഡിസൈനുകളൊക്കെ ഞാൻ മൂർത്തീസ് ജ്വല്ലറിക്കാർക്ക് നൽകാം. അത് വെച്ചിട്ട് അതിലും മികച്ചത് വരയ്ക്കാനായിട്ട് നയന മേഡത്തിന് സാധിക്കും. എന്തായാലും നയന മേഡത്തിൻ്റെ അത്രയൊന്നും ആവില്ലല്ലോ. എന്തായാലും നല്ല രീതിയിൽ ഈ കോമ്പറ്റീഷനിൽ മൂർത്തീസ് ജ്വല്ലറി തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തണം എന്ന് മാളവിക പറഞ്ഞു കൊടുക്കുകയാണ് ആദർശന്. അങ്ങനെ ആദർശ് പോയി നയനയെ കാണുകയാണ്. മാളവികയാണെങ്കിൽ കുറച്ച് ഡിസൈൻസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ആദർശന്. എന്താന്ന് വെച്ചാൽ അത് വിദേശത്തു നിന്നൊക്കെ കൊണ്ടുവന്ന കുറേ ഓർണമെൻറ്റ്സിൻ്റെ വെസ്റ്റേൺ കളക്ഷൻസിൻ്റെ ഒക്കെ ഡിസൈൻസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നയനയ്ക്ക് അയച്ചു കൊടുക്കുക. നയനയ്ക്ക് അയച്ചു കൊടുത്തിട്ട് നയനയും ആദർശം കൂടി ഇങ്ങനെ ഇരുന്ന് അതൊക്കെ നോക്കുക. അപ്പോൾ നയന പറയുന്നുണ്ട്, കുറേ വെസ്റ്റേൺ കളക്ഷൻസൊക്കെ എ.എൻ. ജ്വല്ലറിക്കാർ ഒപ്പിച്ചിട്ടുണ്ട്. നല്ല കളക്ഷൻസൊക്കെയാണ്, നല്ല ഡിസൈനേഴ്സൊക്കെ ചെയ്തത് അവിടെ. അത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് അവർ മാളവിക കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാതിരിക്കല്ലേ എന്ന് നയന പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, മാളവികയെ നമുക്ക് വിശ്വസിക്കാം. മാളവിക നമ്മളെ ചതിക്കില്ല. മാളവിക എന്തായാലും നമുക്ക് ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളേ ചെയ്യുള്ളൂ. അപ്പം നയന പറയുന്നുണ്ട്, ഇതൊക്കെ വളരെ ഉപകാരം. അവരിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും ബെസ്റ്റ് ആയിട്ടുള്ളത് ഒത്തൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യും. നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന് യോജിക്കുന്ന വിധത്തിലുള്ള കുറേ ഡിസൈൻസ് ഞാൻ തയ്യാറാക്കുന്നുണ്ട് ആദർശേട്ടാ. പിന്നെ എനിക്കൊരു ടെൻഷനുണ്ട് ആദർശേട്ടാ, ഇങ്ങനൊരു അവസ്ഥയിൽ ഇതും കൂടി പാളിപ്പോയാൽ നമുക്കതൊരു പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ ആദർശ് പറയാം, നയനെ നീ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. എന്തായാലും മൂർത്തീസ് ജ്വല്ലറി ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തും. ഇതുവരെ നീ പോയ കോമ്പറ്റീഷനിലെങ്ങും നീ പുറകിലേക്ക് പോയിട്ടില്ല. നൈനാസ് കളക്ഷന് നല്ല പേരുണ്ട്. അങ്ങനെയുള്ളപ്പം ഒരിക്കലും നീ പുറകോട്ട് പോവില്ല. നീ മനസ്സിരുത്തി ചെയ്താൽ മതി. പിന്നെ എനിക്കൊരു വിഷമേ ഉള്ളൂ, ഇങ്ങനൊരു അവസ്ഥയിൽ നീ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, അതൊന്നും സാരല്ല ആദർശേട്ടാ, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടല്ലേ, അതിന് വേണ്ടിയല്ലേ ഞാൻ എന്ന് ചെയ്യുന്നത്. ഞാനിപ്പോഴും അവിടുത്തെ ചീഫ് ഡിസൈനർ തന്നെയല്ലേ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഈ അവസ്ഥയിൽ എ.എൻ. ജ്വല്ലറിയെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ പറ്റിയാൽ അബിയുടെ മുമ്പിലും തല ഉയർത്തി നിൽക്കാൻ നമുക്ക് പറ്റും. മാത്രമല്ല ആ എ.എൻ. ജ്വല്ലറിക്കാർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു നല്ല അടി കൂടിയായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറയാം. അപ്പോൾ നയന പറയുന്നുണ്ട്, ശരിയാ, നാളെ മുതൽ എനിക്ക് ജ്വല്ലറിയിൽ പോകണം. ഈ ഡിസൈനുകളൊക്കെ അവിടെ പോയി അതൊക്കെ റെഡിയാക്കി ഓർണമെൻറ്റ്സ് ആക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ എനിക്ക് ഓഫീസിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല ആദർശേട്ടാന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അദ്ദേഹം നീ പോയിക്കോളൂ, സൂക്ഷിച്ച് പോകണം, ഡ്രൈവറെ കൂട്ടി പോയി ജോലി ചെയ്തോളൂ, ഓവർ സ്ട്രെയിനൊന്നും എടുക്കരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വന്നിട്ട് വീട്ടിലിരുന്ന് കൂടി ചെയ്യാം എന്ന് നയന പറയാം. അപ്പോൾ വീട്ടിൽ ഇരുന്ന് കൂടി ഡിസൈൻ വരച്ച് കൊണ്ടുപോകാം എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് നയനയും ഇരിക്കുന്നത് കേട്ടോ. അവിടെ അവരും നല്ല ഡിസൈനുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ നാഗേന്ദ്രയും അവന്തികയും ഒക്കെ ആയിട്ട് സംസാരിക്കുക, ഡേവിഡും അബിയും കൂടി സംസാരിക്കുന്നുണ്ട് ഹോട്ടൽ റൂമിൽ. അപ്പോൾ അവർ ഈ കോമ്പറ്റീഷനെ കുറിച്ചിട്ടൊക്കെ പറയാം. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, നമുക്കിതൊരു അടിയാവാൻ പാടില്ല. അന്ന് ആ ഡീലിന് പോയപ്പം അനി ഒരു ചതിയാണ് കാണിച്ചത്. അവൻ അവിടെ ഡീലിന് എത്തില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ വെച്ച കൊട്ടേഷനേക്കാളും ഒരു പിടി താഴെ വെച്ച് അവരത് നേടിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ഡിസൈനുകൾക്ക് കട്ടയ്ക്ക് നിൽക്കാൻ പാകത്തിന് നൈനസ് കളക്ഷൻസും അവരവിടെ പ്രസൻറ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ആ ഡീലങ്ങ് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഇനി ഇത് നഷ്ടപ്പെടാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ വിജയിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഏത് മാർഗവും നമുക്ക് ഉപയോഗിക്കണം എന്ന് നാഗേന്ദ്ര പറയുക. അപ്പോൾ ഉടനെ ഡേവിഡും പറയുന്നുണ്ട്, ശരിയാ, ഞാൻ മാളവികയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലും നല്ലതായിരിക്കുമോ നൈനാസ് കളക്ഷൻസ് എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും കൂടെ ഒപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയാണ് ഡിസൈൻസ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, നയനെ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഈ കാര്യത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഡിസൈനുകളൊക്കെ വളരെ നല്ലതായിരിക്കും. പക്ഷേ നമുക്ക് അവിടം വരെ ഒന്നും എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാളവികയിൽ എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല എന്ന് അബി പറയുക. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതെ അച്ഛാ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിൽ നമ്മൾ വിജയിക്കണം. അവൾ വിജയിക്കാൻ പാടില്ല. അനന്തപുരിക്കാരും മൂർത്തീസ് ജ്വല്ലറിയിലും ഒരു കാര്യത്തിൽ വിജയിക്കാൻ പാടില്ല. കാര്യം അനിയേട്ടനൊക്കെയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഈ കോമ്പറ്റീഷനിലും ഒന്നാം സ്ഥാനത്തേക്ക് പോകുന്നത് അനിയേട്ടനാണ്. പക്ഷേ അനിയേട്ടൻ ഇവിടെ തോക്കണം. അതിന് കാരണമുണ്ട്. എന്നോട് നേരിട്ട് എന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞു. അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു തന്നെയാണ്. അങ്ങനെയുള്ളപ്പം ഒരു തോൽവിയുടെ രുചി അറിയണം.
നമ്മൾ ജയിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര ചോദിക്കുക, അല്ല നീ എന്ത് ചെയ്യാനാ? നിനക്ക് ഡിസൈനിങ്ങിനൊക്കെ വലിയ താല്പര്യമുണ്ടോ? നിനക്ക് നല്ല ഡിസൈൻസൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാളവികയുമായിട്ട് ചേർന്ന് ചെയ്യാം, അതിന് അവസരം നമ്മൾ ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. അപ്പോൾ അവന്തിക്ക് പറയാം, അച്ഛൻ എന്തായി പറയുന്നത്? ഞാൻ ഒളിഞ്ഞു നിന്നല്ലേ കളിക്കുന്നത്. ഞാൻ ജ്വല്ലറിക്ക് ഒപ്പമാണെന്നുള്ള കാര്യം അവിടെ അനന്തപുരിയിൽ ആർക്കെങ്കിലും അറിയാവോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ മാളവികയുമായിട്ട് ചേർന്ന് ഡിസൈൻ ചെയ്യും? അത് തന്നെയല്ല, എനിക്ക് ഡിസൈനിങ്ങിലൊന്നും വലിയ താല്പര്യമില്ലെന്നും വലിയ കഴിവൊന്നുമില്ലെന്നും ഒക്കെ അച്ഛൻ അറിയില്ലേ? പിന്നെ നീ എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞത്? നിന്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായം ഉണ്ടാക്കാമെന്നാണ് നീ പറഞ്ഞത്? അതെന്താന്ന് വെച്ചാൽ ഒരു ചതിയ. നയനയെ വീട്ടിലിരുന്ന് കൂടിയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് അവൾ കമ്പനിയിലും പോകുന്നുണ്ട്. അവിടെ പോയി ജോലി ചെയ്യുന്നത് കൂടാതെ ഡിസൈനുകൾ വരയ്ക്കുന്നതും പെർഫെക്റ്റ് ആക്കുന്നതും ഒക്കെ വീട്ടിലിരുന്നാണ്. ആദർശും നയനിയും മാത്രമല്ലേ ആ വീട്ടിലുള്ളൂ. അവിടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അത് എനിക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണെന്ന് അച്ഛൻ അറിയാമല്ലോ. അപ്പോൾ ഉടനെ തന്നെ നാഗേന്ദ്ര പറയാം, ശരിയാ, നിനക്ക് ചെല്ലാം. അവർ ഗസ്റ്റ് ഹൗസിലാണെങ്കിൽ പോലും നിനക്ക് അവിടെ ചെന്ന് കാര്യങ്ങൾ തിരക്കാം. നീ അവരുമായിട്ട് ഇഷ്ടത്തിൽ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം മാളവിക അവന്തിക്ക് പറയണം, അതെ, എന്നോട് വലിയ താല്പര്യമാണ് ആദർശേട്ടനും നയനിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റും. അങ്ങനെ കയറി ചെല്ലുമ്പം ഞാൻ ചില പണികളൊക്കെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചാണെന്ന് പറയാം. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പണിയാ? അവിടുന്ന് ഡിസൈൻസൊക്കെ മോഷ്ടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നയനയുടെ അടുത്ത് കൂടി നയന ചെയ്യുന്ന ഡിസൈൻസിൻ്റെ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ ആ പേപ്പറുകൾ തന്നെ അടിച്ചു മാറ്റുകയോ ചെയ്യാം. അത് അടിച്ചു മാറ്റി കൊണ്ടുവന്നാൽ നമുക്ക് അതിലും നല്ല ഡിസൈൻസ് മാളവികയെ കൊണ്ട് ചെയ്യിപ്പിക്കാമല്ലോ എന്ന് പറയാം. അപ്പോൾ അഭി പറയാം, കൊള്ളാം നിൻ്റെ ഐഡിയ. നിനക്ക് എന്തായാലും ഗസ്റ്റ് ഹൗസിൽ ചെല്ലാം. നയനയെ കാണാനാണെന്നുള്ള ഭാവത്തിൽ നീ അവിടെ ചെല്ലുക. സ്നേഹത്തോടെ കൂടി നിൽക്കുക, ഡിസൈനുകളെക്കുറിച്ച് ചോദിക്കുക, അതിൻ്റെ ഫോട്ടോസ് എടുക്കുക, അത്രയൊക്കെ ചെയ്താൽ മതി എന്ന് അഭിയും പറയുമ്പം നാഗേന്ദ്രൻ പറയാം, മോളെ നീ മിടുക്കിയാണ്. എന്തായാലും അവൾ ചെയ്യുന്ന ഡിസൈനുകളെക്കാൾ ഒരു പടി മുമ്പിൽ, അല്ലെങ്കിൽ അതെങ്കിലും നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. മോഷ്ടിച്ചത് ആരാണെന്ന് അറിയാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് മോളെ നീ അത് ചെയ്യേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നാഗേന്ദ്ര. അപ്പോൾ ഡേവിഡും പറയുന്നുണ്ട്, ശരിയാ, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് അവന്തിക മോക്ക് ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ വലിയ കാര്യം തന്നെയാണെന്ന് ഡേവിഡും പറയുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അനിയും നന്ദുവും കൂടി കാണുകയാണ്. വീണ്ടും അനിയും നന്ദു കൂടെ കണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, നന്ദു, ഇനിയും നമ്മളിങ്ങനെ വെച്ച് നീട്ടിയിട്ട് കാര്യമില്ല. നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാണ്. അവിടെയാണെങ്കിൽ അവന്തികയുമായിട്ടുള്ള എൻ്റെ വിവാഹം ഉറപ്പിച്ച മട്ട് തന്നെയാണ്. ഞാൻ പല പ്രാവശ്യം അവരോട് പറഞ്ഞു എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന്. പക്ഷെ അവരാരും അത് സമ്മതിക്കുന്നില്ല. എന്തായാലും അവരത് നടത്തുമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവന്തിക അവളോട് പോലും പറഞ്ഞിട്ട് അവൾക്കും അത് മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ സ്ട്രെയിനൊന്നും എടുത്ത് നിൽക്കാൻ പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ തന്നെ കമ്പനിയിൽ അടുത്തതായിട്ടൊരു ഡിസൈനിങ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അതിന് ഞാൻ പോയേണ്ടതായിട്ടുണ്ട്. നയനേച്ചിയും കൊണ്ടുപോകണം എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ നന്ദു പറയാണ്, നീ ടെൻഷനൊക്കെ വിട്ട് നീ കമ്പനി കാര്യങ്ങളൊക്കെ നോക്ക്, ബാക്കിയൊക്കെ നേരെയാവും. നമ്മുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടോ നമുക്കൊന്ന് ചോദിക്കാം. അല്ല, നിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എന്താ പറയുന്നത്? ഇപ്പോഴും ഇങ്ങനെ തന്നെ എതിരാണോ എന്ന് അനി ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, പണ്ടത്തതിലും കുറച്ചുകൂടി എതിരാണെങ്കിലേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അവരുടെ ആകുലതകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് തന്നെ അനി പറയുന്നുണ്ട്, നീ വീട്ടിൽ ചെല്ലുമ്പോൾ ഇന്ന് കൂടി അമ്മയോടും അച്ഛനോടും ഒന്ന് തിരക്കണം കാര്യങ്ങളൊക്കെ എന്ന് പറയാം. അത് നന്ദു പറയുന്നുണ്ട്, ഞാനൊന്ന് വാ പൊളിക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. കാരണം അവർക്ക് സംശയം തന്നെയാണ് എന്ന് പറയാം. അങ്ങനെ നന്ദു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ കനകയ്ക്ക് പിന്നെയും സംശയം. കനകയുടെ ആ പഴയ സ്വഭാവം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഏത് സമയവും കനകയ്ക്ക് ഒരു ചിന്തയേ ഉള്ളൂ, നന്ദു അനിയെ കാണാൻ പോകുന്നതാണോ എന്ന്. അങ്ങനെ കനക ചോദിക്കുന്നുണ്ട്, അത് നന്ദു നീ എവിടെ പോയതാടി എന്ന് ചോദിക്കുക. നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, ഞാൻ പോയത് എവിടെയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ഞാൻ ജോലിക്ക് പോയതല്ലേ സ്റ്റേഷനിൽ. ഇപ്പം വന്നപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം? അല്ല, ഇത്രയും ലേറ്റ് ആയല്ലോ, ഇതിനൊക്കെ മുമ്പ് നീ വരാറുള്ളതാണല്ലോ. അമ്മേ, 1-2 കേസുകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ ഇത് പോലീസുകാരെക്കാളും കഷ്ടമാണല്ലോ എന്ന് നന്ദു പറയാം. അപ്പോൾ ഗോവിന്ദനും അങ്ങോട്ട് വന്ന് പറയാം, മോളെ, ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല. നിൻ്റെ ജോലി ഒരു റിസ്ക് പിടിച്ച ജോലിയാണ്, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ മോളെ, നിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് ചിന്തയുണ്ട്. നിൻ്റെ ചേച്ചിമാരെ 2പേരെയും വിവാഹം കഴിച്ചു വിട്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ പോകുന്നത്. അങ്ങനെയല്ലാതെ നിനക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി ഒരു ജീവിതം ഉണ്ടാവണമെന്നേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനെന്താ അച്ഛാ, അതിന് ഇപ്പോഴും ഇങ്ങനെ ചോദ്യം ചെയ്യണോ? ഈ സംശയത്തോടെ എപ്പോഴും അമ്മ ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ? അപ്പോൾ കനക പറയും, നിർത്തടി, എപ്പോഴും എന്തിനാ ചോദിക്കുന്നതെന്നോ? നീ കഴിഞ്ഞ ദിവസവും അവനെ കാണാനല്ലേ പോയത്? ആ അനിയെ അവിടെ അവൻ്റെ വീട്ടിൽ അവനെ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുക ആ അവന്തികയുമായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കാൻ നീ നിൽക്കല്ലേ?
നിന്റെ 2 ചേച്ചിമാരെ ആ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് വിട്ടേന്ന് നീ ഓർക്കണം. ഇനി അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നത്തിനായിട്ട് നമ്മളാരും നിൽക്കാൻ പാടില്ല എന്ന് പറയാം. നന്ദു പറയുന്നുണ്ട്, ഞാൻ ഇന്ന് നിൽക്കാൻ പോകുന്നില്ല. അവന്തികയുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. അവന്തികയെ ഒരു സഹോദരിയെ പോലെ കണ്ടിരിക്കുന്നത് അവൻ. എന്നോട് അവൻ പറഞ്ഞു എന്ന് പറയാം. ഓഹോ, അപ്പം അത് നിന്നോട് പറഞ്ഞു. അവൻ്റെ മനസ്സിൽ പിന്നെ ആരാ? നീ തന്നെയാണോടി ഇപ്പോഴും എന്ന് കനക ചോദിക്കുക. എൻ്റെ പൊന്നെ, എന്നെ ഒന്ന് വെറുതെ വിടാവോ എന്ന് നന്ദു ചോദിക്കുക. അപ്പം കനക പറയുന്നുണ്ട്, വെറുതെ വിടാം, നിന്നെ ഒരു വിവാഹം കഴിപ്പിച്ച് വിടാം, അതിന് നീ സമ്മതിക്കില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ഗോവിന്ദനും പറയാം, അതേ മോളെ, എനിക്കും പറയാനുണ്ട്. ഞാനൊരു അസുഖക്കാരനാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. നിങ്ങളുടെ ചേച്ചിമാരുടെയൊക്കെ വിഷയം വെച്ച് തന്നെ എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളപ്പം നിൻ്റെ വിവാഹമെങ്കിലും നടന്ന് കാണാൻ സന്തോഷത്തോടെ. അത് ഈ അച്ഛൻ്റെ ആഗ്രഹമല്ലേ എന്ന് ചോദിക്കുക. അപ്പം കനക പറയാം, ഞങ്ങളൊരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. ആ പയ്യന് നിന്നോടും താല്പര്യമുണ്ട്. ഇനിയിപ്പം നിനക്ക് കൂടി അവനെ ഇഷ്ടമായി കഴിഞ്ഞാൽ ആ വിവാഹം നടക്കാം. ഇനിയിപ്പം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ വിവാഹം തന്നെ നടത്താനാണ് ഞങ്ങൾക്ക് താല്പര്യം. ഒന്നുകൂടി ആലോചിക്കണം. ആ പയ്യനോട് ഒന്നുകൂടി സംസാരിക്കണം. അവൻ്റെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായതേ അവന് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം തന്നെയാണ്. അപ്പം നന്ദു ചോദിക്കുക, അതാരാമേ ആ പയ്യൻ? അങ്ങനെ ഒരു പയ്യൻ ആരാന്ന് ചോദിക്കുക. അത് സമയമാകുമ്പോൾ പറയാം. ഇപ്പോഴേ പറഞ്ഞിട്ട് വേണമായിരിക്കും നിനക്കത് മുടക്കാൻ. അവനോട് ഇഷ്ടമല്ലെന്ന് നേരിട്ട് ചെന്ന് പറയാം. ഇതിപ്പോൾ ഭയങ്കര ശല്യമായല്ലോ. ആരൊക്കെ വന്നാ എനിക്ക് കല്യാണം ആലോചിക്കുന്നത്? അത് ഏത് പയ്യനാ? നേരത്തെ ഒരാളെ കണ്ടുപിടിച്ചില്ലേ, ഒരു പോലീസുകാരനെ? അതുപോലെ ആരെങ്കിലും ആയിരിക്കല്ലേ? ഏതെങ്കിലും കുത്തിത്തിരിപ്പ്. കനക പറയാം, ഇതങ്ങനെയൊന്നുമല്ല. നല്ല കുടുംബത്തിൽ പെടുന്ന നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള പയ്യൻ തന്നെയാണ്. അത് സമയമാകുമ്പോൾ നിന്നോട് പറയാം. എന്തായാലും ആ പയ്യൻ്റെ മനസ്സിലിപ്പോൾ ഒന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കട്ടെ. അതിനുശേഷം വേണം നിന്നെ കെട്ടിച്ചു വിടാൻ എന്ന് പറയാം. നന്ദു സമാധാനം തരത്തില്ല. ഓഫീസിലെ ടെൻഷനുമായിട്ട് പോയിട്ട് വന്ന് വീട്ടിലേക്ക് കയറിയാൽ ഇവിടെയും ടെൻഷൻ എന്നും പറഞ്ഞ് നന്ദു കയറി പോവാം. അങ്ങനെ അങ്ങ് പോയി ഒക്കെ കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യാണ് കേട്ടോ. അപ്പം നവ്യ അബിയുമായിട്ട് സംസാരിക്കുകയാണ് വീട്ടിൽ വെച്ച്. അപ്പോൾ അബിയോട് ചോദിക്കുന്നുണ്ട്, അബി എന്തായി മറ്റേ ആ കോമ്പറ്റീഷൻ, ഡിസൈനിങ് കോമ്പറ്റീഷൻ്റെ കാര്യം? ജ്വല്ലറി എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്ന് ചോദിക്കാം. അപ്പോൾ അബി പറയുന്നുണ്ട്, ഏകദേശം ഞങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാളവിക നല്ല രീതിയിലുള്ള ഡിസൈൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നയനെ ഇപ്രാവശ്യം അവളെ തോപ്പിക്കും. അവളെക്കാളും നല്ല ബെസ്റ്റ് ഡിസൈനറാണ് മാളവിക എന്ന് പറയാം. അപ്പം നവ്യ മനസ്സിലോർക്കും, അതെ അതെ, മാളവിക ഭയങ്കര ബെസ്റ്റ് ഡിസൈനറാണ്. മാളവികയെ ഹെൽപ്പ് ചെയ്യുന്നത് നയന തന്നെയാണ്, അല്ലാതെ മാളവികയുടെ സ്വന്തം കഴിവുകൊണ്ടൊന്നും അല്ല അവൾ അവിടെ ഡിസൈൻ ചെയ്യുന്നത്. നയനയാണല്ലോ ഡിസൈൻ എല്ലാം ചെയ്ത് മാളവികയ്ക്ക് കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് നമ്മുടെ നവ്യ. അപ്പോഴേക്കും നവ്യ മനസ്സിൽ വിചാരിക്കുക, നീ ജയിക്കില്ല, നിങ്ങൾ ജയിക്കാതിരിക്കാനുള്ളതെല്ലാം ഞാൻ ചെയ്യും, എന്ത് വേണമെങ്കിലും ഞാനത് ചെയ്യും. മാളവിക അവളത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും മാളവികയല്ലേ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരാൻ പോകുന്നത്. അവൾ ഏറ്റവും മോശമായ ഡിസൈനുകളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. എന്തായാലും നയനാസ് കളക്ഷന് മേളിലേക്കൊന്നും പോകാനുള്ള ഡിസൈനുകളൊന്നും മാളവിക ചെയ്ത് തരാൻ പോകുന്നില്ല എന്ന് നവ്യ മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അവന്തിക പോവാണ് കേട്ടോ നയനയുടെയും ആദർശിൻ്റെയും വീട്ടിലേക്ക് ഡിസൈനുകളൊക്കെ മോഷ്ടിക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ അവന്തിക അവിടെ ചെല്ലുമ്പം നയനെ സ്വീകരിച്ച് കയറ്റുന്നുണ്ട്. ആദർശം അവിടെയുണ്ട്. അപ്പം നയനയോട് ചോദിക്കുന്നുണ്ട്, നയനേച്ചി ഭയങ്കര ഡിസൈനിങ്ങിലൊക്കെ ആണല്ലോ, എന്താ ഇത്ര തിരക്കഥ ചോദിക്കുമ്പം നയന പറയാം, അത് അവന്തികയെ അറിയില്ലേ, പുതിയൊരു ഡിസൈനിങ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അതിൽ മൂർത്തീസ് ജ്വല്ലറി മത്സരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല കുറച്ച് ഡിസൈനുകളൊക്കെ തയ്യാറാക്കാണ്. നമ്മുടെ ശത്രുക്കളായ ജ്വല്ലറിക്കാരും അതിൽ മത്സരിക്കുന്നുണ്ട്. അവർ മാളവിക കളക്ഷൻസ് എന്ന പേരിൽ ഒരു കളക്ഷൻ തുടങ്ങി അതിൽ മത്സരിക്കുന്നുണ്ട്. അവരെ തോപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? ഈ സമയത്താണെങ്കിൽ പോലും ഇതിൽ നന്നായി കഷ്ടപ്പെട്ട് ഫസ്റ്റ് വാങ്ങണം. നയനാസ് കളക്ഷൻസ് ഒന്നാമതെത്തണം, നമ്മുടെ ജ്വല്ലറികളെ ഒന്നാമതെത്തിക്കണം. അതിനുവേണ്ടി മുത്തശ്ശൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓഫീസിലൊക്കെ പോയി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഇരുന്ന് മുഴുവൻ സമയവും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറേയൊക്കെ ഞാൻ വീട്ടിൽ വന്നാൽ ചെയ്യുന്നത്. നല്ല കുറേ ഡിസൈനുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. അപ്പം അവന്തിക നോക്കുകയാണ്. ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും എല്ലാം കാണുന്നുണ്ട്. കുറേ ഡിസൈനുകളൊക്കെ കാണുകയാണ്. കണ്ടു കഴിയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അവന്തിക ഇതെല്ലാം നോക്കിയിരിക്കുക, ഞാൻ പോയിട്ട് അവന്തികയ്ക്ക് ചായ എടുത്തിട്ട് വരാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അയ്യോ ചായയൊന്നും വേണ്ട, ഈ ഡിസൈനുകളൊക്കെ എടുത്ത് വെച്ചോളൂ എന്ന് പറയാം. അല്ല അവന്തിക ഇവിടെ ഇരിക്കും, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് നയന അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് അവന്തിക ഇതിൽ നിന്ന് കുറച്ച് ഡിസൈനുകൾ അടിച്ചു മാറ്റുകയാണ്. കുറേ എണ്ണം അടിച്ചു മാറ്റിയിട്ട് അതെല്ലാം അവന്തിക ബാഗിലേക്ക് വെക്കുക. അപ്പോൾ ഈ സമയത്ത് നയന ഇതറിയുന്നില്ല, ബാക്കി കുറേ പേപ്പറുകളും ഡിസൈനുകളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതേസമയം അവന്തികയാണെങ്കിൽ കുറേ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാം. എന്നിട്ട് യാത്രയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഭയങ്കര സന്തോഷത്തോടെ സോപ്പൊക്കെ ഇട്ട് അവിടെ നിന്ന് അവന്തിക ഇറങ്ങി നേരെ പോകുന്നത് അനന്തപുരിയിലേക്കാണ്. അനന്തപുരി ചെല്ലുകയാണ്.
അനന്തപുരിയിൽ വന്ന് ആകെ മൊത്തം കള്ളത്തരത്തിൽ അവന്തിക വന്ന് റൂമിൽ കയറി ഈ ബാഗിൽ നിന്ന് ഈ ഡിസൈനുകളൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ ഡേവിഡിനോട് പറയുന്നുണ്ട്, ദേ ഞാൻ അവിടെ പോയി ഡിസൈനുകളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഉടനെ തന്നെ അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം, അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മുടെ നവ്യ മറഞ്ഞു നിൽക്കുക. നവ്യ നല്ല രീതിയിൽ അവന്തികയെ വാച്ച് ചെയ്യുന്നുണ്ട്. നവ്യ മറഞ്ഞു നിന്ന് കേട്ട് നവ്യ ഉടനെ മുന്നിലേക്ക് ചാടി വരിക അവന്തികയുടെ, എന്നിട്ട് ചോദിക്കുക, ഇതെന്താ അവന്തികയെ, ഇതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഇത് ഡിസൈനുകൾ. അല്ല, ഇതെന്തിനാ ഇപ്പം നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇത് നമ്മുടെ നയനേഴ്സ് കളക്ഷൻസിന് വേണ്ടിയിട്ട് നയന ചെയ്തതല്ലേ, അതെന്തിനാ ഇപ്പോൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അതൊക്കെ ഓഫീസിൽ ചെയ്യേണ്ട കാര്യമല്ലേ എന്ന് ചോദിക്കാം. അല്ല, അത് ഓഫീസിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ്, അതിവിടെ കൊണ്ടുവന്ന് എന്തിനാന്നാ ചോദിച്ചതെന്ന് പറയാണ് നവ്യ. അപ്പോൾ പറയുന്നുണ്ട്, അല്ല ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ നയനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ, നിൻ്റെ കയ്യിൽ ചെക്ക് ചെയ്യാൻ തന്നിരുന്നോന്ന് എന്ന് പറയാം. നേരെ അനിയുടെ കൊടുത്തു വിടുക, അവൻ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ അവന്തിക്ക് പറയാം, വേണ്ട ഈ ഡിസൈനുകളൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം, അനിയേട്ടൻ്റെ കൈ കൊടുത്തൊന്നും വിടണ്ടെന്ന് പറയാം. അങ്ങനെയുണ്ടെങ്കിൽ ഇങ്ങ് തന്നെ ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ തന്നെ ഇത് തിരിച്ച് നയനെ ഏൽപ്പിച്ചോളാം, ഇതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് പിടിച്ച് മേടിക്കുകയാണ്. അപ്പോഴേക്കും അവന്തിക ഞെട്ടിപ്പോവും. അവന്തിക പറയുന്നുണ്ട്, അതിങ്ങോട്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. ദേഷ്യപ്പെടുമോ നവ്യോട്? നവ്യ പറയാം, വേണ്ടടി ഞാൻ കൊണ്ടുപോയിക്കോളാം, ഈ ഡിസൈൻസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതെന്ത് കാണിക്കാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അവന്തിക ഇവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട, ഈ ഡിസൈനുകൾ എത്തേണ്ട ഇടത്ത് എത്തിക്കാൻ എനിക്കറിയാം എന്ന് പറയുകയാണ് നവ്യ. അങ്ങനെ നവ്യ അവന്തികയുടെ കയ്യിൽ നിന്ന് ആ ഡിസൈൻസൊക്കെ പിടിച്ച് മേടിച്ച് നയനയെ തന്നെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്